സാധാരണ നമ്മുടെയൊക്കെ ബർത്ത്ഡേക്ക് അമ്മ കാണും അച്ഛൻ കാണും. ഇത് പൊന്നെ എന്ത് പാടാ. മമ്മൂക്ക കേക്ക് തരുമ്പോൾ ഉള്ള സന്തോഷം ഉണ്ടായിരുന്നു. ഒരു പീസ് കേക്ക് എടുത്തത് എൻ്റെ വായിലേക്ക് വെച്ച് തരുന്ന ഒരു മൊമെന്റ് എത്ര പേർക്ക് കിട്ടും? നമ്മൾ ഇവിടെ ഒന്നും അല്ല, നമ്മൾ കാല് തറയിലല്ല. സീരിയസ്ലി മുന്നിൽ നമുക്ക് കാല് തറയിലായിരിക്കില്ല. ഇനി എന്താണ് പൊട്ടിക്കാനുള്ള സാധനം? അപ്പോൾ അതിൻ്റെ സെൻസസ് സർട്ടിഫിക്കറ്റ് ഇറങ്ങിയപ്പോൾ മെയിൻ ആക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടേക്കുന്നത് മമ്മൂട്ടി, വിനായകൻ, ജിബിൻ ഗോവിന്ദാണ്. ആദ്യമായിട്ട് സർട്ടിഫിക്കറ്റിൽ അങ്ങനെ ഒരു പേര് വന്നിരിക്കുന്നു. ഇന്ന് ജിബിൻ ഗോവിന്ദാണ് ഹാപ്പിയാണ്. നമുക്ക് താങ്ങുന്നതിനപ്പുറത്തേക്ക് അതൊരു സംഭവം. എൻ്റെ കുട്ടികളെയൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒന്നും അറിയാത്തവരെ കേൾക്കേണ്ട ആവശ്യം എന്താണ്? അവർക്ക് തിരിച്ചറിയില്ലെങ്കിൽ ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഭയങ്കരമായിട്ടൊന്ന് തകർന്നു. ഒന്നും വേണ്ട, മീൻസ് അത് സിനിമ എന്നുള്ളതല്ല, എനിക്ക് ഇനി ആരുടെ മുഖത്ത് എനിക്ക് നോക്കണ്ട, എൻ്റെ മുഖം കാണണ്ടെന്ന് ചിന്തിച്ചൊരു മൂല്യം അതായിരുന്നു. സിനിമ ആഗ്രഹിച്ച് നിൽക്കുന്നവനെ അവൻ്റെ മനസ്സ് തീർക്കാതെ ചെയ്തുകൂടെ എന്നൊരു സാധനം വെറുതെ കിട്ടും. അന്ന് മലയാളത്തിലെ സകലമാന ചാനലുകളിലും എല്ലാം ഓൺലൈൻ എല്ലാം പത്രങ്ങളിലും ഓൺലൈൻ പത്രങ്ങളിലും ഉൾപ്പെടെ സകലമായ വാർത്ത വരികയാണ്. പിന്നെ അവൻ വിളിച്ചിട്ട് കാണാൻ ഭയങ്കര സമാധാനം ഉണ്ടെന്ന്. നിങ്ങൾ പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരാൾ തളരുമ്പോൾ കൈതരാൻ ചുറ്റും പലരും ഉണ്ടാകും. നമ്മൾ അറിയാത്തതുണ്ട്, അത് ഏത് ഭാഗത്തു നിന്നാണെന്ന് പറയാൻ പറ്റില്ല. ഇനി പറയേണ്ടത് അതൊരു പടമാണ്. ഞങ്ങൾ പ്രേക്ഷകർ ആ പടം എന്തിനു പോയി കാണണം? അത് ഏതൊരു പ്രേക്ഷകനും കാണേണ്ട പടമാണ് എന്നുള്ളത് കൊണ്ടാണ്, അതുകൊണ്ട് കണ്ടിരിക്കണം. ദിലീപേട്ടൻ്റെ ഒരു അഴിഞ്ഞാട്ടമായിരിക്കും പടം. അത് ആഘോഷിക്കാനുള്ള പടം, എനിക്കൊരു സംശയമില്ല. നമുക്ക് ഒറ്റയ്ക്കൊന്നും നേടാൻ പറ്റത്തില്ല. നമുക്ക് ഒറ്റയ്ക്ക് നേടാൻ പറ്റുന്നില്ല, നമുക്ക് ഒറ്റയ്ക്ക് ആഗ്രഹിക്കാൻ പറ്റും. നേടുന്നതെല്ലാം ബാക്കി എല്ലാവരുടെയും സപ്പോർട്ടില്ല. നിങ്ങൾ നടനാണ്, എന്തിരുന്നാലും നിങ്ങൾ ഉപയോഗിക്കാനോട് അറിയണം അല്ലേ? എല്ലാവരും നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പാണെങ്കിൽ എനിക്ക് വാഴ എന്ന് പറഞ്ഞ പടത്തിൽ ചെറിയ സ്ക്രീൻ സ്പേസേ ഉള്ളൂ, പക്ഷെ തന്ന സാധനങ്ങളെല്ലാം നല്ലതായിരുന്നു. കോയമ്പത്തൂർ ആ മൾട്ടിപ്ലക്സിലിരുന്ന് കാണുമ്പോൾ അവരെ ആഘോഷിച്ചു എന്നെ. കണ്ടറിഞ്ഞ് മനസ്സറിഞ്ഞ് അടുത്തറിഞ്ഞ് മമ്മൂക്ക എന്താണ്. ചെറിയ പ്രായത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് സിനിമയെ ഇത്രയും ആഗ്രഹിച്ചെന്ന് ചോദിച്ചാൽ അതിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു ഫ്രണ്ടിൽ നിൽക്കുന്ന ആളാണത്. നിന്റെ പടം നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ടല്ലോ, ഒന്നായിട്ട് വന്നിട്ടുണ്ടല്ലോ, ഭയങ്കര രസമായിട്ട് എല്ലാവരും ഭയങ്കര അഭിപ്രായം ഞാൻ കണ്ടിട്ടില്ല, കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ ആ മനസ്സിൽ നമ്മൾ അപ്ഡേഷൻ ഉണ്ടല്ലോ, എല്ലാം അറിയുന്നുണ്ട്.